വീണ്ടും ബോളിവുഡിൽ നിന്ന് ഒരു റീമേക്കുമായിട്ട് അവർ എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം എവിടുന്നും അല്ല, സ്പാനിഷ് അല്ല, ഹോളിവുഡ് അല്ല, നമ്മുടെ സ്വന്തം മലയാളത്തിൽ നിന്ന് ഒരു രോമാഞ്ചത്തിൻ്റെ റീമേക്കുമായിട്ട് അവർ വന്നിരിക്കുകയാണ്. കപ്പ് കപ്പി. ആക്ച്വലി സണ്ണീശ്വരായിരുന്നു ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളി മരിച്ചു പോകുന്നതിന് മുമ്പ്. അതെ, മുമ്പ് പുള്ളി നേരത്തെ ചെയ്താന്ന് തോന്നുന്നു. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് എന്തോന്ന് തോന്നുന്നു പുള്ളി മരിച്ചത്. പിന്നെ അതോ ഇനി എന്തെങ്കിലും അവസാനം ആരെങ്കിലും റീവർക്ക് ചെയ്തിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല. ഇല്ല, പുള്ളിയുടെ പേര് മാത്രമേ വെച്ചിട്ടുള്ളൂ. വെച്ചിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഓക്കെ. പക്ഷെ കാസ്റ്റ് വൈസേ ഇത് മറ്റേ ഇതിപ്പോൾ അവർ ഇതിനെടുത്തിട്ട് രോമാഞ്ചം എടുത്തിട്ട് അവർ അവരുടെ ലൈനിൽ മാറ്റുമല്ലോ കേട്ടോ. അവർക്ക് രോമാഞ്ചം പോലും ഇവിടെ അവിടെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് അവരുടെ ലൈനിലേക്ക് അതിനെ പറിച്ച് നടണമല്ലോ. അപ്പോൾ അങ്ങനെ പറിച്ച് നട്ടാന്ന് തോന്നുന്നു. അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ടോ? നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. ട്രെയിലർ ഇട്ടേട്ടാ. വളരെ അനാമികമുണ്ട്. ഏത് പ്രേതമുണ്ട് പടത്തിൽ. സിദ്ധിയല്ലേ? ലേഡീസ് ക്യാരക്ടറൊന്നും ഇല്ല. അതിൻ്റെ സോങ്ങൊക്കെ ഉണ്ടല്ലോ, തലതെറിച്ചവർന്നുള്ള പാട്ടിനായിരിക്കും. സിജുസായുടെ ക്യാരക്ടർ, അവരെ കോട്ടൊക്കെ കറക്റ്റ് അതുപോലെ ഇതിലുണ്ടായിരുന്നു. അഭിഷേകല്ലേ? നമ്മുടെ അനന്തരാമന്റെ ക്യാരക്ടർ ആയിരുന്നു. किसी एक्सपर्ट को बुला പുള്ളി അർജുൻ്റെ ആയിരുന്നു. हम कुछ तो गड़बड़ कर रहे हैं. मतलब अनामिका सही थी. मेरा अब्बू का नाम क्या है? सही. अब्बू का नाम है सलाउद्दीन. सलाउद्दीन नहीं भाई, आपके अब्बू का नाम सलीम ही है. नहीं, मेरे को मेरे अब्बू का नाम नहीं पता. नहीं पता. सलीम चाचा, तुम्हारी माँ एक ही भूत को बार बार नहीं मारते, बहुत ताकतवर हो जाती है. इससे कोई फंसो सवाल नहीं पूछते. गुस्सा हो जाती है और सब बस कर देता. Someone will die tonight. देख रहे हो, वहीं चीख चीख के मरी थी वो. कौन? अपनी अनामिका. മലയാളത്തിൽ അർജുൻ്റെ ക്യാരക്ടറാണ്. അയ്യോ ഈ ആഴ്ചയാണ് റിലീസ് ചെയ്യണം. വളരെ സ്ട്രോങ് ആയിട്ട് അതിൻ്റെ തീംസ് ട്രെയിലറിൽ തന്നെ എല്ലാം റിവീലിങ് ചെയ്തു. അതിപ്പം കൂടുതൽ പേര് ഇത് കണ്ടിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷയിലായിരിക്കുമല്ലേ? അല്ല, രോമാഞ്ചം നോർത്തിലൊക്കെ അത്യാവശ്യം അത് തന്നെ. രോമാഞ്ചം കണ്ടിട്ടുള്ളവരായിരിക്കും ഈ ട്രെയിലർ കാണുന്നുള്ള ഇതിലായിരിക്കും. നമ്മൾ ഇതൊന്നും ഹൈഡ് ചെയ്യേണ്ട കാര്യമില്ല, ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. പിന്നെ അവർ എക്സ്ട്രാ ആഡ് ചെയ്തതാണ് ഇപ്പോൾ ഈ ഫീമെയിൽ ലീഡ്സ്, പിന്നെ അവരുടെ ട്രാക്ക് കാര്യങ്ങളൊക്കെ. തമാശയെന്നറിയാം, ഈ പുള്ളി ഇതുവരെ രോമാഞ്ചം കണ്ടിട്ടില്ല. പുള്ളിക്ക് അങ്ങനത്തെ പല പടങ്ങളും പുള്ളി കാണാറില്ല. അതെന്താടാ അവൻ പടം കാണാതിരുന്നത് ഈ റിവ്യൂ വന്നിരിക്കുകയതല്ലേ? അങ്ങനെയല്ല, പുള്ളി ആക്ച്വലി ഞങ്ങളുടെ കൂടെ കൂടിയതിന് ശേഷമാണ് തിയേറ്ററിൽ വന്ന സിനിമകൾ അധികം കാണാൻ തന്നെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കണ്ട ചപ്പചവർ പടങ്ങളെല്ലാം പുള്ളിയെ കൊണ്ട് കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ ഈ രോമാഞ്ചം മുമ്പുള്ളതല്ലേ? രോമാഞ്ചമൊക്കെ അതെ, അതിന് മുമ്പുള്ള. ആ സമയത്ത് നമ്മളില്ല, ആ സമയത്ത് നമ്മുടെ ചാനലും ഇല്ല, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. പക്ഷെ ആവേശം കണ്ടു. ആവേശ സമയത്ത് നമ്മുടെ ഈ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടില്ല, നമ്മളിതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെ പക്ഷാഭേദമൊന്നുമില്ല, ഞാൻ എല്ലാ സിനിമയും പോയി കാണുന്നത്. സോ ഇതിപ്പോൾ നമ്മൾ കണ്ടിട്ട് രോമാഞ്ചത്തിൻ്റെ വേറൊരു വകുപ്പ്, അതായത് അവർക്ക് എങ്ങനെയൊക്കെ ഇത് വർക്കാവണോ, എന്തൊക്കെ വേണോ അവർക്കിപ്പം നമ്മളിപ്പോൾ ഹൊററാണ്, പ്രേതത്തിനെ രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമയിൽ പ്രേതത്തിനെ കാണിക്കുന്നില്ല, സ്പോയിലർ ഉണ്ട്. അങ്ങനെ പ്രേതമില്ല, പ്രേതത്തിനെ നമുക്കിങ്ങനെ വിസിബിളായിട്ടൊരു പ്രേതത്തിനെ കാണിക്കുന്നില്ല കേട്ടോ. ഇവരതിനെ കുറച്ചുകൂടെ പ്രോപ്പർലി ഈ ട്രെയിലറിലെ ഹ്യൂമറിൻ്റെ മീറ്റർ നമുക്ക് വർക്കാവത്തില്ല, അവർക്ക് ഇത് വർക്കാവത്തുള്ളൂ. നമ്മുടെ ഇതിനകത്ത് കുറച്ചുകൂടെ ഞാൻ എൻ്റെ കുറച്ച് സട്ടിലാണ്. അതായത് ഇവർ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഓവർ പെർഫോമൻസ് ഇല്ല, എല്ലാം ഇങ്ങനെ ഒരു ഭയങ്കര. അതുകൊണ്ട് തന്നെ ആ സിനിമ അന്ന് തിയേറ്ററിൽ പോയി നമ്മൾ കാണുമ്പോൾ ഞങ്ങൾ ഒരുപാട് ചിരിച്ചെങ്കിലും
കുറേ ഓഡിയൻസ്, അതായത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഹ്യൂമർ വർക്കാകത്തില്ല. അതായത് അവർ ചോദിക്കുമ്പോൾ ഇത് ഒരുപാട് ചിരിക്കാനുള്ള സിനിമയാണെന്ന് പറഞ്ഞ് വന്നിട്ട് അത്രയും ചിരിക്കാൻ ഞങ്ങൾക്ക് ഇല്ലല്ലോ എന്ന് തോന്നുകയും പിന്നെ ഇത് OTT വരുമ്പോഴും ഇതിനകത്ത് എന്താ ഇത്രയും ചിരിക്കാൻ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആ പടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സിനിമ 2 വട്ടം തിയേറ്ററിൽ കണ്ടപ്പോഴും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ കൂടെ നോർമൽ ഓഡിയൻസ്, അതെ നിങ്ങൾ ഇട്ടാലും ചിരിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞ പോലത്തെ കുറച്ച് ഒരു ആ മീറ്ററിലേക്കാണ് ഇവർ ഇതിനെ പുഷ് ചെയ്യുന്നത്. ഓഡിയൻസ് ചേഞ്ച് ആകുന്നതനുസരിച്ച് അവർക്ക് ചെയ്യണമല്ലോ. ഇപ്പോൾ വിഷ്വലി കുറച്ചധികം ഒരു സ്ട്രോങ് ലുക്കാണ്. മറ്റേ ഭയങ്കര കളർഫുൾ ലൈറ്റും പരിപാടിയൊക്കെ ആയിട്ട് നമുക്കൊരു എല്ലാവരും കൂടെ ഒരുമിച്ച് ബാച്ചിലേഴ്സ് എല്ലാം കൂടെ താമസിക്കുന്നൊരു ഫ്ലാറ്റിൻ്റെ സെറ്റപ്പ് അല്ല, എന്തോ ലൈറ്റൊക്കെ ചെയ്ത് ഭയങ്കര. പിന്നെ ഈ പറഞ്ഞ പോലെ ബാച്ചിലേഴ്സ് മാത്രമല്ല, LED ഉണ്ട് ഇടയ്ക്ക്. പിന്നെ അങ്ങനെ പറയാം, ലൗണ്ട് ട്രസ്റ്റ് വേണം, ആ ഒരു ട്രാക്ക് വേണം. പിന്നെ ഐറ്റം സോങ് മസ്റ്റാണ്. ഐറ്റം സോങ് കിട്ടും. അതെനിക്ക് തോന്നുന്നു മറ്റേ പാട്ടായിരിക്കും. അതെന്നറിയോ, ഫസ്റ്റ് ഒരു പാട്ടുണ്ട് തല തെറിച്ചവർ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അപ്പോൾ ആ പാട്ടിൻ്റെ സിറ്റുവേഷൻ ആയിരിക്കും തോന്നുന്നു. അല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ സ്വപ്നമല്ലോ ആയിരിക്കും. സ്വപ്നത്തിൽ അനാമികയായിട്ടൊരു ഐറ്റം സോങ്, അനാമിയെ വിളിച്ചു വരുത്തിയല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിറ്റേ ദിവസം അത്രേ കാണത്തുള്ളൂ. എൻ്റെ പൊന്നു. ആക്ച്വലി സംഗീത് ശിവനാണ് ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ. പുള്ളി മരിച്ചു പോയിട്ട് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ട് അല്ലേ? ഈ വർഷം കുറച്ച് നാളായില്ല. എന്തായിരുന്നു ഞാൻ എനിക്കൊന്ന് 2-3 മാസമായി. അത്രയായുള്ളൂ? അത് കൊള്ളായില്ലേ? അല്ലല്ല, ഈ വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ലാസ്റ്റ് പടമാണ് പുള്ളിയുടെ. പുള്ളി ആക്ച്വലി ഇതിനു മുമ്പ് പുള്ളി മരിക്കുന്നതിന് മുമ്പ് എത്ര മാസം നാളുമ്പ് അത് തന്നെ. ഇത് കുറച്ചായി, കാരണം ഇതിൻ്റെ ഇപ്പം പോസ്റ്ററൊക്കെ റീമേക്ക് നടക്കുന്നു കുറച്ചാണ്. അപ്പം നോക്കാം. നമ്മളിപ്പോൾ ഏതായാലും ഇത് കാണാനുള്ള നമുക്കിത് കണ്ടാലും നമുക്ക് സെറ്റ് ആവത്തില്ല. നമ്മൾ പിന്നെ അതിനുവേണ്ടി ശ്രമിക്കണ്ട. കണ്ടിട്ട് ശരി, അത് ചിലപ്പോൾ ചിലർക്ക് ഇത് ചിലപ്പോൾ ഇഷ്ടമായിരിക്കും. ചിലപ്പോൾ രോമാഞ്ചം ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇനി ചില ഇത് കണ്ട വർക്കായാലോ പറയാൻ പറ്റത്തില്ല അല്ലേ? പിന്നെ സംഗീത് ശിവൻ ആയതുകൊണ്ട് ഇത് രണ്ടിൻ്റെ ഇടയ്ക്കൊക്കെ ഹിന്ദി അവിടുത്തെ മീറ്ററാണ്, പക്ഷെ ചെയ്യുന്നത് ഇവിടുത്തെ ആളായതുകൊണ്ട് ചിലപ്പം ഇല്ല. പക്ഷേ പുള്ളി ചെയ്തേക്കുന്ന ഹിന്ദി പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ട് എനിക്ക് പറയാം, എംല പഗല ദിവാനൊക്കെ പുള്ളി ചെയ്ത പടം. എംല പഗല ദിവാന 2 അതായത് പുള്ളി ചെയ്തത്. അതൊക്കെ കംപ്ലീറ്റ്ലി അവരുടെ അവർക്കുള്ള സാധനം. അപ്പോൾ അങ്ങനെയാണ് പുള്ളി അതിനെ ഡീൽ ചെയ്യുന്നത്. നമ്മുടെ പടം പോലല്ല പുള്ളി അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി അവർക്കുള്ള സിനിമ പോലെ. പിന്നെ എനിക്ക് തോന്നുന്നു വലിയൊരു ശതമാനം അവിടുത്തെ ചെയ്യുന്ന സിനിമകൾ ഒരു ടെംപ്ലേറ്റ് സിനിമകളാണ്. അതിപ്പോൾ ആര് വന്ന് ചെയ്താലും ഈ അതെ, നമുക്കിത് ഇന്ന ആളാ ഡയറക്റ്റ് ചെയ്തതെന്ന് എടുത്ത് പറയാൻ പറ്റാത്ത രീതിയിലാണ് പടങ്ങൾ ഇങ്ങനെ മാനുഫാക്ചർ ചെയ്ത് വിടുക. അതെ, ഡയറക്ടറുടെ ഒരു കയ്യപ്പ് എന്നുള്ള സമയമില്ല. നിങ്ങൾ ഈ ബീറ്റ് ഷീറ്റ് അങ്ങോട്ട് ഫില്ല് ചെയ്യുക, ആ സാധനം. കയ്യപ്പ് വേണ്ട, ഡിജിറ്റൽ ഒപ്പാണെന്ന് പറഞ്ഞിട്ട് അത് പ്രോപ്പറായിട്ട് ഇങ്ങനെ ഇതുണ്ടല്ലോ, ഇന്ന സമയത്ത് ഇത് നടക്കണം, ഇന്ന സമയത്ത് നടക്കണം, അങ്ങനെ ഇന്ന സമയത്ത് അങ്ങനെ. അപ്പോൾ അത്രയും ഒരുപാട് മറ്റേ സ്ട്രിക്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്ടർക്ക് ഭയങ്കര കൺഫ്യൂസിങ്. അതായത് കോർപ്പറേറ്റ്. പക്ഷെ പുള്ളി ഒരു കാലത്ത് പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഇങ്ങനെ ഫിലിം മേക്കിംഗ് പഠിച്ചിട്ട് മലയാള സിനിമയിൽ വരുമ്പോഴത്തേക്കും പുള്ളി മറ്റേ വരയൊക്കെ ഇട്ട് ഈ വരയിൽ കൂടെ നടക്കണമെന്നൊക്കെ പറഞ്ഞ് മറ്റേ യോധയുടെ ഒക്കെ സമയത്ത് ഇതിൽ കൂടെ നടക്കൂല ലാലേട്ട എന്ന് പറയുമ്പോഴത്തേക്കും ലാലേട്ട എന്തോ അങ്ങനെ സിസ്റ്റം ഒന്നും വിട്ടില്ല, ഇവിടെ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ക്യാപ്ചർ ചെയ്തു ഞാൻ നടക്കും. അതെ അതെ, മറ്റേ ആ ഫസ്റ്റ് എടുക്കുന്ന സീനിൽ ലാലേട്ടനും ജഗദീശേട്ടനും കൂടെ മറ്റേ സ്റ്റെപ്പിലുള്ള സീനില്ല ഇങ്ങനെ ആ സാധനം അതാ എടുക്കുന്നത്. അപ്പൊ ഇവര് മറ്റേ വരയൊക്കെ വരച്ചിട്ട് ഷോർട്ട് ഡിവൈഡ് ഒക്കെ ചെയ്തിട്ട് ഈ ഷോട്ടിൽ ഇങ്ങനെ വേണം ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ നോക്കുമ്പോഴത്തേക്കും ക്യാമറ ഓൺ ആക്കി ഇവരുടേതായിട്ടുള്ള പരിപാടികൾ ചെയ്യുക. അപ്പൊ പുള്ളി ഇങ്ങനെ ഇങ്ങനെ ഇവരെ സ്റ്റേജ് ചെയ്യാൻ പറ്റില്ല, അവരെ അവരുടെ വഴിക്ക് വിടുക, നമ്മൾ അത് ക്യാപ്ചർ ചെയ്യാന്നുള്ള. പുള്ളി പഠിച്ചു വന്നത് സ്റ്റേജ് ഒക്കെ ചെയ്ത് ഇംഗ്ലീഷിൽ പടമൊക്കെ എടുക്കുന്നത്. അപ്പൊ ആ ലൈൻ ചിലപ്പോൾ ഇപ്പം ബോളിവുഡിൽ ചെല്ലുമ്പോൾ ആ ലൈനിലുള്ള സിനിമകളായിരിക്കും പുള്ളി ചെയ്യുന്നത്.